ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. അതേപോലെ വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ തലേ ദിവസമേ അരി വെള്ളത്തിലിട്ട് കുതിർക്കണം. എന്നിട്ട് രാവിലെ എടുത്ത് അരയ്ക്കണം. അങ്ങനെയാണ്. വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് അരി വെള്ളത്തിലിടാം. ഇതിപ്പം ഞാൻ രാത്രിയിൽ ഇട്ടിട്ട് എടുക്കുന്നതാണേ. അപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മുട്ടയും വേണം. പിന്നെ നമ്മൾ എടുക്കുന്ന അരി എടുത്ത ഗ്ലാസ് ഏതാണോ ആ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചോറും. ഞാനിവിടെ ചമ്പ അരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. വെള്ള അരി വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും. പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിടാം. ഞാനിവിടെ 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അധികം വെള്ളം പാടില്ല. നമ്മൾ എടുത്ത ഗ്ലാസിൻ്റെ, അതായത് അരി എടുത്ത ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് വെള്ളം. നമ്മൾ 1/2 ഗ്ലാസ് ചോറെടുത്തില്ലേ, അതേപോലെ 1/2 ഗ്ലാസ് വെള്ളം എടുക്കാവും. വെള്ളം കൂടി പോകാൻ പാടില്ല. ഇത് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരി അരയ്ക്കുന്ന താമസമേ ഉള്ളൂ. ഇത് നമുക്ക് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അരി അരച്ച ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കുകയും ചെയ്യാം. അതാ പറഞ്ഞത്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ രാത്രിയിൽ അരി ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ആ എണ്ണ ചൂടാകണം. ചൂടായിട്ട് നമ്മൾ മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ആക്കണം. എന്താണെന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകം വേകാതിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇതിപ്പം ഒന്നും ചെയ്യേണ്ട, അത് തനിയെ ആണെന്നുണ്ടെങ്കിൽ അത് പൊങ്ങി വന്നോളും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതേപോലെ ഒഴിക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആളുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അരിയുടെ അളവും കൂട്ടിയെടുത്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ മട്ടണോ ചിക്കനോ ആണ് നല്ലത്. മീൻ കറി കൂട്ടി കഴിക്കുന്നവരുമുണ്ട്. പക്ഷേ അതിൻ്റെ കോംബോ എന്ന് പറഞ്ഞാൽ മട്ടൺ ചിക്കനാണ്. ഞാനിവിടെ മട്ടണാണ് എടുത്തേക്കുന്നത്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇത് പക്ഷേ ഭയങ്കര ഹെവിയാണ്. അതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ലഞ്ച് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാ നോക്കിയാൽ അടിപൊളി ടേസ്റ്റായിരുന്നേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.